തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൗണ്ടേഷൻ വായനാ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പുകഴ്ത്തി സ്വാഗത പ്രാസംഗികൻ. മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചതോടെ പ്രസംഗം നിർത്തി. മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം, പിണറായി വിജയൻ ലെജൻഡ് എന്നിങ്ങനെയായിരുന്നു പ്രസംഗം. ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, കൂടുതൽ വിവരങ്ങൾ. നമുക്ക് ടിൻറ്റുവിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി കേൾക്കാം. നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നീതി ആയോഗിലിരിക്കുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗിലിരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളവർ പറയാണ്, ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ്. വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൗണ്ടേഷൻ വായനാ ദിനാഘോഷത്തിലായിരുന്നല്ലോ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള സ്വാഗത പ്രാസംഗികന്റെ ഈ പുകഴ്ത്തൽ. എന്തായാലും അതിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി, അതുകൊണ്ട് പ്രസംഗം അധികം നീട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും രോഹിണി, PN പണിക്കർ വായനദിന വാരാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടിയിലാണ് സംഘാടകനും അതോടൊപ്പം തന്നെ നിലവിൽ ഈ PN പണിക്കർ ഗ്രന്ഥശാലയുടെ ചുമതലയുള്ള N ബാലഗോപാൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. നമുക്ക് ആ സ്വാഗത പ്രസംഗത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി മുഖമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്വാഗത പ്രസംഗം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറുമായിരുന്നു. അദ്ദേഹം ഒരു വരദാനമാണ് എന്നിങ്ങനെയുള്ള പുകഴ്ത്തലിൻ്റെ അങ്ങേയറ്റം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഏതാണ്ടൊരു 8 മിനിറ്റോളം ഈ സ്വാഗത പ്രസംഗം നീണ്ടിരുന്നു. ആ പ്രസംഗത്തിൽ ഉടനീളം മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വേദിയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPIയുടെ സമുന്നതനായ നേതാവ് കൂടിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ, ഇവർ രണ്ടുപേരും ചേർന്ന് സംഘാടകരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇനി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ഈ കാര്യം പേപ്പറിൽ എഴുതി സംഘാടകരെ ഏൽപ്പിക്കുന്നു. സംഘാടകർ ഈ പേപ്പർ ഇദ്ദേഹത്തെ സ്വാഗത പ്രാസംഗികനെ കാണിക്കുകയും പിന്നീട് അദ്ദേഹം സ്വിച്ചിട്ട പോലെ പ്രസംഗം നിർത്തുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ചെയ്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിലായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ആ 8 മിനിറ്റ് സംസാരിച്ചത്. പലതവണ ഈ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മുഖ്യമന്ത്രിയെ മാത്രം ഊന്നൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറയുന്ന രീതിയിലായിരുന്നു സ്വാഗത പ്രസംഗം മുഴുവൻ തയ്യാറാക്കിയിരുന്നതെന്ന് പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി അതിന് കാര്യമായിട്ട് തന്നെ ആ വേദിയിൽ നിന്ന് അസ്വസ്ഥനാകുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ സംഘാടകരും മന്ത്രി V ശിവൻകുട്ടി ഇടപെടുകയും അതോടൊപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രനും കൂടി ഇടപെട്ടുകൊണ്ട് ഒരു കുറിപ്പെഴുതി കൊടുത്ത് പെട്ടെന്ന് തന്നെ സ്വാഗത പ്രസംഗികനെ ആ പോഡിയത്തിൻ്റെ സൈഡിൽ നിന്ന് മാറ്റുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വരുമ്പോൾ വിവേകവും ബുദ്ധിയും അതോടൊപ്പം തന്നെ ഈ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ പറ്റി വളരെ വാചാലനാകുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ ഈ സംഘാടകൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു വളരെ ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ വായനാ ദിനാഘോഷ പരിപാടി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു വാദോരാതെ സംഘാടകൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചത്. അവസാന അസ്വസ്ഥനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നമുക്ക് ആ വേദിയിൽ കാണാനും സാധിച്ചിരുന്നു. രോഹിണി, ശരി, ടിൻറ്റുവാണ് വിവരങ്ങൾ നൽകിയത്.